എഴുന്നേൽക്കുമ്പോൾ അടുത്ത് ജാനി ഇല്ലായിരുന്നു. സാധാരണ കണ്ണു തുറക്കുമ്പോൾ നെഞ്ചിൽ പറ്റിപ്പിടിച്ച് കിടക്കുന്നവളെയാണ് ആദ്യം കാണുക. പിന്നെ കുറച്ചു നേരം അവളെ അങ്ങനെ നോക്കിക്കിടക്കും. പക്ഷെ ഇനി ബാത്റൂമിലെങ്ങാനും കാണുമോ? അവൻ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് ബാത്റൂമിന്റെ അടുത്തേക്ക് പോയി. ഡോർ പുറത്തുനിന്ന് ലോക്കാണ്. താഴെ പോയിന്ന് തോന്നുന്നു. എന്നാലും ഇവളെന്തിനാണാവോ നേരത്തെ എഴുന്നേറ്റെ? അവൻ നിരാശയോടെ വർക്കൗട്ട് റൂമിലേക്ക് പോയി. ആദ്യം ഫ്രഷായി താഴേക്ക് വന്നതും അമ്മയും ജാനിയും കൂടി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ടേബിളിലെടുത്ത് വെക്കുകയായിരുന്നു. അവൻ ജാനിയെ ഒന്ന് നോക്കി. ആദ്യം വന്നത് കണ്ടെങ്കിലും ജാനി അവനെ നോക്കാനേ പോയില്ല. എല്ലാവരും ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടും ജാനി മാത്രം ഇരുന്നില്ല. എന്താ മോളെ നിൽക്കുന്നേ? വാ, ഇരുന്ന് കഴിക്ക്. മീനു അവൾ ഇരിക്കാതിരിക്കുന്നത് കണ്ടതും മുഖം ചുളുക്കിക്കൊണ്ട് ചോദിച്ചു. ആദിയുടെയും കേശവിന്റെയും മുഖത്ത് ഇതേ സംശയമാണ്. കാരണം സാധാരണ എല്ലാവരും ഒരുമിച്ചിരുന്നാണ് കഴിക്കാറ്. എനിക്ക് വേണ്ടമ്മേ, വിശക്കുന്നില്ല. അവൾ മീനുവിനെ നോക്കി ചുണ്ടു ചുളുക്കിക്കൊണ്ട് പറഞ്ഞു. അതെന്താ വേണ്ടാത്തെ? നീ സാധാരണ രാവിലെ കുടിക്കുന്ന ചായ പോലും കുടിച്ചിട്ടില്ലല്ലോ. ഇന്നും ക്ലാസ് ഉള്ളതല്ലേ? എന്തെങ്കിലും മര്യാദയ്ക്ക് കഴിച്ചിട്ട് പോ. എനിക്ക് വിശക്കുന്നില്ലാഞ്ഞിട്ടാ അമ്മേ, മീനുവിനോടായി പറഞ്ഞ് അവൾ റൂമിലേക്ക് പോകാനായി തിരിഞ്ഞു. ജാൻവി അവിടെ നിന്നേ. ഇത്രയും നേരം മിണ്ടാതിരുന്ന ആദിയുടെ ഒച്ച അവിടെ മുഴങ്ങി കേട്ടതും അവൾ ചലിക്കാനാവാതെ അവിടെ തന്നെ നിന്നു. അവൾ എന്തുകൊണ്ടാണ് കഴിക്കാനിരിക്കാത്തതെന്ന് അവന് മനസ്സിലായിരുന്നു. ഈ ചെയറിൽ വന്നിരിക്കെ. എനിക്ക് വേണ്ട. അവൾ കവിളുകൾ പരിഭവത്താൽ വീർത്തു. നിന്നോട് ഞാൻ വേണോ വേണ്ടയോ എന്നല്ല ചോദിച്ചത്, ഇവിടെ വന്നിരിക്കാനാ പറഞ്ഞത്. ആദിയുടെ സ്വരം കടുത്തതും ജാനി മെല്ലെ സീറ്റിലേക്ക് വന്നിരുന്നു. അവൻ തന്നെ അവളുടെ മുന്നിലേക്ക് പ്ലേറ്റ് എടുത്തു വെച്ച് അതിലേക്ക് 3 ദോശയും ആവശ്യത്തിനുള്ള കറിയും ഒഴിച്ചു. ജാനി അവനെ കണ്ണും വീഴ്ച നോക്കി. എന്നാൽ ആദി അവളെ മൈൻഡാക്കാനേ പോയില്ല. കഴിക്ക്. ജാനിയോട് പറഞ്ഞിട്ടവൻ മുന്നിലിരിക്കുന്ന പ്ലേറ്റിൽ നിന്നും കഴിക്കാൻ തുടങ്ങി. എനിക്ക് വേണ്ട, ഞാൻ റൂമിൽ പോകുക അമ്മേ. അവൾ കസേരയിൽ നിന്ന് എഴുന്നേൽക്കാനായി തുനിഞ്ഞതും ആദി അവളുടെ കയ്യിൽ പിടിച്ച് ആ സീറ്റിലേക്ക് തന്നെ ഇരുത്തി. ഈ പ്ലേറ്റിലിരിക്കുന്നത് കഴിക്കാതെ നീ ഇവിടുന്ന് എഴുന്നേൽക്കില്ല ജാൻവി. അമ്മേ, അവൾക്ക് ആ ഗ്ലാസ്സിലേക്ക് ചായ ഒഴിച്ചു കൊടുത്തേ. ജാനി പ്ലേറ്റിലേക്കും ആദിയുടെ മുഖത്തേക്കും മാറി മാറി നോക്കി. എന്നിട്ട് ദയനീയമായി കേശവിനെയും മീനുവിനെയും നോക്കി. അവളുടെ നോട്ടം കണ്ടതും രണ്ടും വേഗം കണ്ണു വെട്ടിച്ച് മേലേക്കും താഴേക്കും നോക്കാൻ തുടങ്ങി. ഇനിയും അവരെ നോക്കിയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായതും അവൾ വീണ്ടും പ്ലേറ്റിലേക്ക് നോട്ടം മാറ്റി. 3 ദോശ. വിശപ്പുണ്ടെങ്കിൽ പോലും 2 ദോശയിൽ കൂടുതൽ കഴിക്കാൻ പറ്റാറില്ല. ഇത് ഞാൻ എങ്ങനെയാ കഴിച്ചു തീർക്കുക? അവൾ പിന്നെ വേറൊന്നും ആലോചിക്കാൻ നിൽക്കാതെ ദോശ കഴിക്കാൻ തുടങ്ങി. അത് കണ്ടതും ഇടം കണ്ണാലെ നോക്കിക്കൊണ്ടിരുന്ന ആദിയുടെ ചൊടിയിലൊരു പുഞ്ചിരി മിന്നി. 1.5 ദോശ കഴിച്ചപ്പോഴേക്കും ജാനിയുടെ വയർ നിറഞ്ഞിരുന്നു. അവൾ മെല്ലെ പാത്രത്തിൽ നിന്നും തലയുയർത്തി. എനിക്ക് മതിയായി. അവൾ മെല്ലെ മൊഴിഞ്ഞു. നീ ഇത് മൊത്തം കഴിച്ചിട്ട് എഴുന്നേറ്റാൽ മതി. ആദി അവളെ നോക്കി ദേഷ്യപ്പെട്ടതും ജാനിയുടെ കണ്ണുകൾ മെല്ലെ നിറയാൻ തുടങ്ങി. ആദി, മതി കൊച്ചിനെ വഴക്ക് പറഞ്ഞത്. മോൾ എഴുന്നേറ്റ് പോയി കൈ കഴിക്കൂ. അവൾ കരയുന്നത് കണ്ടതും മീനു ആദിയെ തടഞ്ഞുകൊണ്ട് ജാനിയോട് പറഞ്ഞു. എന്നിട്ടും അവൾക്ക് എഴുന്നേൽക്കാൻ പേടിയായിരുന്നു. അവൻ ഇനിയും എന്തെങ്കിലും പറയുമോ എന്ന് പേടിച്ചിട്ട്. ചെല്ലു മോളെ, പൊയ്ക്കോ. കേശവും അവളോട് പറഞ്ഞപ്പോഴാണ് ജാനി ഇത്തിരിയെങ്കിലും ആശ്വാസമായത്. അവൾ ആരെയും നോക്കാതെ വേഗം അവിടുന്ന് എഴുന്നേറ്റ് വാഷ് ബേസിനടുത്തേക്ക് പോയി. ജാനി അവിടുന്ന് പോയതും കേശവും മീനുവും കൂടി ആദിയുടെ നേർക്ക് തിരിഞ്ഞു. എന്താ ആദി ഇത്? നീ എന്തിനാ ജാനിമോളെ ഇങ്ങനെ പേടിപ്പിക്കുന്നേ? മീനു ആദിയോട് ദേഷ്യപ്പെട്ടു. അവൾ എന്നോട് പിണങ്ങിയിരിക്കുക. അതാ ഭക്ഷണമൊന്നും കഴിക്കാൻ നിൽക്കാഞ്ഞ്. ഇനിയും ഫുഡൊന്നും കഴിക്കാണ്ട് എന്തെങ്കിലുമായി പോകേണ്ടെന്ന് വിചാരിച്ചിട്ടാ. ആദ്യം അവരോട് രണ്ടിനോടും പറഞ്ഞിട്ട് വേഗം അവിടുന്ന് എഴുന്നേറ്റു. ഇല്ലേൽ രണ്ടും കൂടി നിർത്തിപ്പൊരിക്കും. അവൻ വാഷ് ബേസിനടുത്തെത്തിയപ്പോൾ ജാനി കൈകഴുകി തിരിച്ചു പോവുകയായിരുന്നു. അവൻ വിളിച്ച് മുഴുവിപ്പിക്കുന്നതിന് മുന്നേ തന്നെ അവൾ ഓടി മേലേക്ക് പോയി. ഇത് തന്നെയായിരുന്നു റൂമിൽ ചെന്നപ്പോഴും ഉള്ള അവസ്ഥ. അവന് പിടികൊടുക്കാൻ നിൽക്കാതെ ജാനി ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നു. കോളേജിൽ പോകാൻ കാറിലിരിക്കുമ്പോഴും അവൾ സൈലന്റ് ആയിരുന്നു. കൂടാതെ ചെവിയിൽ 2 ഹെഡ്സെറ്റും തിരുകിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അതെന്തിനാണെന്ന് മനസ്സിലായതും ആദ്യമൊന്ന് സ്വയം തലയ്ക്കടിച്ചുപോയി. കാർ പാർക്കിങ്ങിലേക്ക് നിർത്തിയപ്പോഴേ ജാനി ചാടിയിറങ്ങി അവളെയും കാത്തു നിൽക്കുന്ന അമ്മുവിന്റെയും വിച്ചുവിന്റെയും അടുത്തേക്ക് പോയി. ആദി അവളുടെ പോക്ക് കണ്ട് ചുണ്ടു ചുളുക്കി. ഇത് വലിയ കഷ്ടമായി പോയല്ലോ. ഈ പെണ്ണിനെ ഞാൻ ഇനി എങ്ങനെയൊന്ന് പറഞ്ഞ് സെറ്റാക്കുക? ഇതൊരു ഡയറി മിൽക്കിലൊന്നും തീരുമെന്ന് തോന്നുന്നില്ല. അവൻ കുറച്ചു നേരവും കൂടി കാറിന്റെ സീറ്റിൽ ചാരി ഇരുന്നിട്ടാണ് സ്റ്റാഫ് റൂമിലേക്ക് പോയത്. എന്താടി നിന്റെ മോന്തി ഇങ്ങനെ കടന്നൽ കുത്തിയതുപോലെ ഇരിക്കുന്നേ? നിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു? ജാനിയുടെ കരഞ്ഞു വീർത്ത കൺപോളകളും കുത്തിവീർപ്പിച്ചിരിക്കുന്ന കവിളുകളും കണ്ടപ്പോൾ അമ്മുവും വിച്ചുവും ആകുലതയോടെ അന്വേഷിച്ചു. എന്നെ ഒരു കടന്നൽ കുത്തി. അയ്യോ, എവിടെ? അവർ രണ്ടും വെപ്രാളത്തോടെ അവളെ തിരിച്ചും മറിച്ചും നോക്കി.
നിങ്ങളുടെ ആദി സാറാ കടന്നല്. എന്തേ, നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ആദി സാറോ? രണ്ടും കോറസ് പോലെ പാടി. ആ, ആദി സാറ് തന്നെ. ജാനി ഇന്നലെയും ഇന്നുമായി നടന്ന കാര്യങ്ങളെല്ലാം അവർക്ക് വിവരിച്ചു കൊടുത്തു. അതെല്ലാം കേട്ട് രണ്ടും കണ്ണും തള്ളി നിൽക്കുകയാണ്. ഷോ, വല്ലാത്ത ചെയ്ത്തായി പോയല്ലോടി. വിച്ചു അവളെ നോക്കി താടിക്ക് കൈകൊടുത്തുകൊണ്ട് പറഞ്ഞു. സാരമില്ല, പോട്ടെ, നീ വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. അമ്മു അവളെ ഒന്ന് മുറുകെ കെട്ടിപ്പിടിച്ചു. അവരെന്തൊക്കെയോ പറഞ്ഞ് ആശ്വസിപ്പിച്ചും തമാശകൾ പറഞ്ഞും ജാനിയുടെ മൂഡ് മാറ്റിയെടുത്തു. ഇപ്പോൾ അവൾക്ക് വലിയ സങ്കടമൊന്നുമില്ല, ചെറിയ പിണക്കമേ ഉള്ളൂ. എങ്കിലും അങ്ങനെ പെട്ടെന്നൊന്നും ആദിയോട് മിണ്ടാൻ അവൾ കൂട്ടാക്കിയില്ല. ക്ലാസ് എടുക്കുമ്പോഴും ആദിയുടെ ശ്രദ്ധ ജാനിയിലായിരുന്നു. മറ്റു കുട്ടികൾ അതെല്ലാം കണ്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ജാനി അവനെ മൈൻഡ് ചെയ്യാനേ പോയില്ല. അമ്മു അവൻ നോക്കുന്ന കാര്യം ജാനിയോട് പറഞ്ഞെങ്കിലും അവൾ തല താഴ്ത്തി തന്നെ ഇരുന്നു. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് പോവുകയാണ് ആദിയും ജാനിയും കൂടി. അവൾ ഇപ്പോഴും അവനോട് പിണങ്ങി തന്നെയാണുള്ളത്. കുറച്ചു കഴിഞ്ഞതും ആദി വീട്ടിലേക്കുള്ള റോഡിലേക്ക് തിരിയാതെ വേറെ വഴിയിലൂടെ വണ്ടി ഓടിച്ചു. സംശയത്താൽ ജാനിയുടെ പുരികങ്ങൾ ചുളിഞ്ഞു. ഇതെങ്ങോട്ടേക്കാണാവോ പോകുന്നേ? വേറെ എവിടെയെങ്കിലും പോകുന്ന കാര്യമൊന്നും പറഞ്ഞില്ലായിരുന്നല്ലോ. ഷോ, പിണങ്ങിയിരിക്കുന്നത് കൊണ്ട് ഒന്നും ചോദിക്കാനും പറ്റില്ല. അവൾ പിന്നെയും മുഖം തിരിച്ചിരുന്നു. എന്നിരുന്നാലും ജാനി ഇടയ്ക്കിടയ്ക്ക് ആദിയെ ഇടം കണ്ണാലെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആദി ഡ്രൈവിംഗിൽ മാത്രമായിരുന്നു ശ്രദ്ധ കൊടുത്തിരുന്നത്. കാർ ബീച്ച് റോഡിലേക്ക് കയറിയതും ജാനി ഞെട്ടിത്തിരിഞ്ഞ് അവനെ നോക്കി. ഇതെന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇനി ഞാൻ പിണങ്ങിയിരിക്കുന്നതിന് എന്നെ ഇവിടെ ഇട്ടിട്ട് പോകാനാണോ? ആദി കാർ പാർക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി. ജാനി അപ്പോഴും അതിനുള്ളിൽ തന്നെ ഇരിക്കുകയാണ്. അവൻ നടന്ന് അവൾ ഇരിക്കുന്ന ഭാഗത്തെ ചെന്ന് ഡോർ തുറന്നു. ജാനി അവന്റെ എല്ലാ ചലനങ്ങളും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറങ്ങ്. ആദി പറഞ്ഞതും അവൾ നല്ല അനുസരണയോടെ പുറത്തേക്കിറങ്ങി. എന്തോ ഇനിയും ദേഷ്യം പിടിപ്പിക്കാൻ തോന്നിയില്ല. അവൾ ഇറങ്ങിയ പാടെ അവൻ ജാനിയുടെ കൈ പിടിച്ച് ബീച്ചിലേക്ക് ഇറങ്ങി. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് അധികം തിരക്കൊന്നുമില്ല. അവൻ ആളൊഴിഞ്ഞൊരു ഭാഗത്ത് അവളെയും കൊണ്ടിരുന്നു. ജാനിയൊന്നും അടിച്ചെങ്കിലും പിന്നെ റിലാക്സ് ആയി. തീരത്ത് വന്നടിക്കുന്ന തിരകളുടെ ശബ്ദവും തണുത്ത കാറ്റും അവളുടെ മനസ്സിനെ സ്വസ്ഥമാക്കി. ജാനി മെല്ലെ തല ചരിച്ച് അവനെ നോക്കി. ആദി നേരെ കടലിലേക്ക് കണ്ണു നട്ടിരിക്കുകയാണ്. അവളും അവനെപ്പോലെ തന്നെ മുന്നോട്ട് നോക്കിയിരുന്നു. ജാൻവി. കുറച്ചു നേരത്തിന് ശേഷം ആദി അവളെ വിളിച്ചു. എന്തോ അവൾക്ക് ആ വിളി കേൾക്കാതിരിക്കാൻ തോന്നിയില്ല. ആർ യു സ്റ്റിൽ മാഡ് അറ്റ് മീ? ജാനിയൊന്നും മിണ്ടിയില്ല. ഇപ്പോ പിണക്കമുണ്ടോ? ഇല്ല. അവളുടെ മനസ്സ് മൊഴിഞ്ഞു. നോക്ക് ജാൻവി, ഞാൻ നിന്നെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സോറി. പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെയാണ്, അല്ലാതെ നിന്നെ കരയിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടൊന്നുമില്ല. താനിങ്ങനെ മിണ്ടാതെ നടക്കുമ്പോൾ ഐ ക്യാൻറ്റ്. ദത്തേട്ടാ, ജാനി അറിയാതൊന്ന് വിളിച്ചുപോയി. ഇനി പഠിപ്പിക്കുന്ന ടൈമിൽ ഞാൻ മാക്സിമം ടെമ്പർ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാം. പക്ഷേ ഇനിയും എന്തെങ്കിലും പിണക്കങ്ങൾ ഉണ്ടായാൽ അതൊരു രാത്രി കടന്നു പോകാൻ നിൽക്കരുത്. അതിനുള്ളിൽ തന്നെ പരസ്പരം സംസാരിച്ച് അത് സോർട്ട് ഔട്ട് ചെയ്യണം. സോറി. ആദി പറഞ്ഞതും ജാനിക്ക് വിഷമമായി. ഹേ, അതിന് ജാൻവി എന്തിനാ സോറി പറയുന്നത്? ജസ്റ്റ് ലീവ് ഇറ്റ്. ഇപ്പോൾ എല്ലാം സോൾവ് ആയില്ലേ? അതോ ഇനിയും പിണക്കമുണ്ടോ? അവൻ അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു. ഇല്ല. അവളുടെ മുഖത്തപ്പോൾ നിറഞ്ഞ പുഞ്ചിരിയാണുണ്ടായിരുന്നത്. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്.